ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ സാറ് കണ്ടിട്ടുള്ള ഗർഭധാരണം ഇമ്പോസിബിൾ ആവാൻ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവാനുള്ള ടോപ്പ് 3 റീസൺസ് ചോദിച്ചാൽ എന്താ പറയാ? ഈ ബുദ്ധിമുട്ടാവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ സബ് ഫെർട്ടിലിറ്റി എന്ന് പറയും. പക്ഷേ നമ്മൾ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിൽ വരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ എഗ്ഗ് ഇല്ലെങ്കിൽ നമ്മൾക്ക് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, ഇല്ലാത്ത സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. ഈവൻ അതുപോലും നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയും. എഗ്ഗ് വളരെ കുറവുള്ള ആൾക്കാർക്ക് അവരുടെ ബോൺ മാരോയിൽ നിന്ന് നമ്മൾ സ്റ്റെം സെൽ എടുത്ത് അല്ലെങ്കിൽ PRP അതെടുത്തിട്ട് നമ്മൾ ആ ഓവറിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എഗ്ഗ് പിന്നെയും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരുന്നുള്ളതാണ്. അതല്ലെങ്കിൽ സ്പേംസ് തീരെയില്ല, അങ്ങനെ സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾക്ക് ചിലപ്പം ഉണ്ടാവില്ല എന്നുള്ളൊരു. ബാക്കി എല്ലാ സ്റ്റേജസിലും നമുക്ക് ഉണ്ടാവും. പിന്നെ ഡിഫിക്കൽറ്റി വരാറുണ്ട്. ഡിഫിക്കൽറ്റി വരുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ലേറ്റ് മാരേജ്, ലേറ്റ് പ്രഗ്നൻസി ഇതൊക്കെ വരുമ്പോൾ എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം പറയുന്നത്. അപ്പോൾ അതിൽ ആ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ടാണ് മോസ്റ്റ്ലി ഇൻഫെർട്ടിലിറ്റി കാണുന്നത്. പക്ഷേ ഒരു വലിയൊരു മെജോറിറ്റി പേഷ്യൻസും ഒരു അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റിയിലാണ് പെടുന്നത്, ഒരു ഡെഫിനിറ്റ് റീസൺ ഇല്ലാതെ. പക്ഷേ അത് ഡെഫിനിറ്റ് റീസൺ ഇല്ലാതെ എന്നല്ല, നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതുമാണ്. മെഡിക്കൽ സയൻസ് നമ്മളിപ്പോൾ എത്ര അഡ്വാൻസ്ഡ് ആയെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാത്തതുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു ലാർജ് മെജോറിറ്റി ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാത്തതുണ്ട്. അങ്ങനെ കുറേ വരുമ്പോഴാണ് നമ്മളിപ്പോൾ ഈ IUI, IVF അങ്ങനത്തെ കുറേ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. IVF വേറെ റീസൺസും ഉണ്ട്. പക്ഷേ എന്നാലും ഒരു അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി വരുന്നത് അങ്ങനത്തെയൊക്കെ IVF വഴി IVF ചെയ്യുന്നത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ആ എഗ്ഗിനെ എടുത്ത് സ്പേമിനെ എക്സി എന്ന് പറയുമ്പോൾ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫെർട്ടിലൈസേഷൻ തന്നെ ആർട്ടിഫിഷ്യലായിട്ടാണ് നടക്കുന്നത്. പിന്നെ കുട്ടിനെ ഉണ്ടാക്കി ആ കുട്ടിനെയാണ് ഗർഭപാത്രത്തിനകത്ത് ഇടുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു സിറ്റുവേഷനാണ്. നമ്മൾ ഇനിയും കുറേ അഡ്വാൻസ് ചെയ്യാനുണ്ട്, പക്ഷെ എന്നാലും ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് റീസൺ സാർ പറഞ്ഞു ലേറ്റ് മാരേജ്, ലേറ്റ് പ്രഗ്നൻസി, അതൊരു റീസൺ ആവാം ഇൻഫെർട്ടിലിറ്റി ഇങ്ങനെ കൂടാനായിട്ട്. ബാക്കി ഒരു 2 റീസണും കൂടെ പറയൂ, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു 2 റീസൺ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അസുഖങ്ങളെക്കാളും കൂടുതൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലൈഫ് സ്റ്റൈലാണ്. ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പം സ്ത്രീയും പുരുഷനും 2 പേരും വളരെ ബിസിയാണ്. അപ്പോൾ അത് തന്നെ ആ ഒരു ഇതാണ്. ഇപ്പം നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മൾ കോവിഡിൻ്റെ സമയത്ത് ഒരുപാട് പ്രഗ്നൻസീസ് ഉണ്ടായിരുന്നു, അവരൊക്കെ വീട്ടിൽ സമയമുണ്ടായിരുന്നു. ഇത് നമ്മൾ സെക്ഷൽ കോണ്ടാക്ട് മാത്രമല്ല, ആ ഒരു ഇൻറ്റിമസിയും ആ ഒരു കാര്യങ്ങളും സെക്ഷൽ കോണ്ടാക്ട് ഓടി വന്നു അങ്ങനത്തെ ഒരു ഇതല്ല. ആ സ്പെൻഡിങ് ടൈം ടുഗെദറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒരു മേജർ റീസണാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എവിഡൻ്റ് ആയിട്ട് നമ്മുടെ മുഖത്തടിച്ച പോലെ കാണുന്ന ഫൈബ്രോയിഡ്, എൻഡോമെട്രിയോസ് അങ്ങനത്തെ കൂടാതെ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റീസണാണ്. പിന്നെ മെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരുപാട് റീസൺസ് ഉണ്ട്. മനസ്സിലായി, നമ്മൾ പറയും സ്മോക്കിങ്, ടെമ്പറേച്ചർ, ഇപ്പോൾ കുക്സൊക്കെ ആണെങ്കിൽ ആ ടെസ്റ്റിസിൽ വരുന്ന ടെമ്പറേച്ചർ, അങ്ങനെ ഓ ടെമ്പറേച്ചർ, അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. പിന്നെ ജെനറ്റിക് ആയിട്ടുള്ള, ഓഫ് കോഴ്സ് ജെനറ്റിക് ആയിട്ടുള്ള റീസൺസ് കണ്ടമാനമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ പെൺകുട്ടികൾക്ക് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് മൊബൈൽ യൂസേജ് ചെയ്യുന്നത്, അതായത് മൊബൈൽ ഓവറായിട്ട് ഉപയോഗിക്കുന്നത് ക്യാൻ കോസ് ഫെർട്ടിലിറ്റി എന്ന്. മൊബൈൽ കൂടുതൽ ഉപയോഗിക്കും ഇൻഫെർട്ടിലിറ്റിക്ക്. അത് കുഞ്ഞുങ്ങൾക്ക്, അതായത് തീരെ ചെറിയ പെൺകുട്ടികൾ ചെറുപ്പപ്രായം തൊട്ടേ അവരുടെ സ്ക്രീൻ ടൈം കൂടുന്നത്, മൊബൈൽ ഫോൺ യൂസേജ് കൂടുന്നത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവോ? അതൊരു ഇൻഡയറക്ട്ലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓഫ് കോഴ്സ് റേഡിയേഷൻ എക്സ്പോഷർ അറ്റ് എ യങ് ഏജ് ക്യാൻ ഹാവ് ഇറ്റ്സ് പ്രോബ്ലംസ്. പക്ഷേ ഈ മൊബൈൽ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവരൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്. എസ്പെഷ്യലി കോവിഡ് കാലം കഴിഞ്ഞ് നമുക്ക് പ്രശ്നം പറ്റിയൊരിതാണ്. കുട്ടികൾ ടാബും ഫോണും ഒക്കെ ഒരു നെസസിറ്റി ആയി. എല്ലാവർക്കും ക്ലാസ് എല്ലാം ടാബിലായതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി പേരൻസ് വാങ്ങിച്ചു കൊടുക്കേണ്ട വന്നു. കുട്ടികൾ അനങ്ങുന്നത് കുറഞ്ഞു, ഓടി നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒബീസിറ്റി എമംഗ് ചിൽഡ്രൻ വളരെ അധികമായി. ഇപ്പോൾ ഒരു 10-20 ഇയേഴ്സ് മുന്നേ നോക്കിയാൽ, ഇപ്പം നമ്മൾ തന്നെ ഹിസ്റ്ററി നോക്കിയാൽ ആ സമയത്ത് ഇപ്പോൾ നമ്മുടെ കോളീഗ്സിനെ ഫ്രണ്ട്സിനെയൊക്കെ ആലോചിച്ചാൽ 14, 13, 12 വയസ്സിലായിരുന്നു പീരീഡ്സ് ആയത് എല്ലാവർക്കും. വെരി നോർമൽ ആവറേജ്. 9 വയസ്സിലാണ് പിള്ളേർ ഇപ്പോൾ വരുന്നത്. 10 വയസ്സിലായില്ലെങ്കിൽ പേരൻസിന് ടെൻഷനാണ്. ബിക്കോസ് ദാറ്റ് ഇസ് ബിക്കം ദ ന്യൂ നോർമൽ. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഈ സ്ക്രീൻ ടൈം ഇസ് എ ഹ്യൂജ് ഫാക്ടർ. ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി എമംഗ് ചിൽഡ്രൻ ഇസ് എ ബിഗ് പ്രോബ്ലം. ഇൻഫാക്ട് വൺ തിങ് ഞങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇപ്പം യു മെൻഷൻഡ് അബൌട്ട് രേവതി, ഒരുപാട് സ്വെല്ലിംഗ് ഇല്ല. ബിക്കോസ് ഈവൻ ദോ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഒരു പ്രോസസ്സിൽ കൂടെ പോയ പേഷ്യൻ്റ് ആണെങ്കിൽ പോലും ആ പേഷ്യൻറ്റ് വാസ് ആക്റ്റീവ് ത്രൂ ഔട്ട് പ്രഗ്നൻസി. ആ പേഷ്യൻറ്റ് നടക്കുകയായിരുന്നു, സ്റ്റെപ്പ് കയറായിരുന്നു, ഓടി നടക്കുമായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിലുള്ളതുകൊണ്ട് ഞങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു, എക്സസൈസ് ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു അൺനെസറി വെയിറ്റ് ഗെയിനോ കാര്യങ്ങളില്ല.
റിസർച്ച് ഇസ് ക്ലിയർലി ടെലിംഗ് അസ് ഒരു മദർ ആക്റ്റീവ് ആവുന്നതിലൂടെ ആ ബേബി ഹാസ് സോ മച്ച് ബെനിഫിറ്റ്. അപ്പൊ ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആക്ടിവിറ്റിയിലൂടെ എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ മൊബൈൽ ഫോൺ ഓവറായിട്ട് യൂസ് ചെയ്യുന്നതല്ല പ്രശ്നം, ആ മൊബൈൽ ഫോൺ കൊണ്ട് ഒരു സ്ഥലത്ത് ഇരിക്കുന്നതാണ് മെയിൻ പ്രശ്നം. മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. വൺ, ഈ ഒരു സ്ഥലത്ത് കുട്ടി റിഡൻഡന്റ് കൗച്ച് പൊട്ടറ്റോസ് എന്ന് പറയും, ഇരുന്ന് അവർ ആ ഒരു ഒബീസിറ്റിയിൽ പോകും. രണ്ടാമത് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഒരുപാട് ബാധിക്കും അത്. സോ ഫെർട്ടിലിറ്റി ഓഫ് കോഴ്സ് ഇസ് ഡെഫിനറ്റ്ലി റിലേറ്റഡ് ടു ആ ഒരു ജനറൽ ഡെവലപ്മെന്റ്. സിമ്പിൾ കോൺസെപ്റ്റ് ടി വി കണ്ട് ഇരിക്കുന്ന ഒരു കുട്ടി സംസാരിക്കാനോ ഇങ്ങനത്തെ കാര്യങ്ങളോ ഒരുപാട് ഡിലേ ആകും. അപ്പൊ തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻസ് കുറയും, ആ കുട്ടി മൂവ് അറൗണ്ട് ചെയ്യുന്നത് കുറയും. ഓഫ് കോഴ്സ് ലൈഫ് സ്റ്റൈൽ കാരണം ഇപ്പം നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റാണ് ഈ എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നത്. അവർ കഴിക്കുന്ന ഭക്ഷണം, അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അതിലൂടെ ഒരുപാട് എൻഡോക്രൈൻ ചേഞ്ചസ് വരാം കുട്ടികൾക്ക്. ഈ അബ്നോർമൽ ആയിട്ട് അടിയുന്ന ഫാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് അബ്നോർമൽ ഹോർമോൺ ദാറ്റ് ക്യാൻ കോസ് പ്രിമച്വർ puberty. So it's so many factors that lifestyle can. So of course ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ടൈം യൂസേജ് കുറയ്ക്കുന്നതിലൂടെയും കുട്ടീനെ ആക്റ്റീവ് ആക്കുന്നതിലൂടെയും യു ക്യാൻ പ്രിവെൻറ്റ് എ ലോട്ട് ഓഫ് ഫെർട്ടിലിറ്റി ഇഷ്യൂസ്. അനദർ തിങ് ഇസ് നേരത്തെ പീരിയഡ്സ് ആവുന്നതിലൂടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ നമ്പർ ഓഫ് എഗ്സ്, യു ആർ ഓൺലി ബോൺ വിത്ത് സോ മെനി നമ്പർ ഓഫ് എഗ്സ്. അൺലൈക്ക് ആണെങ്കിൽ മെൻ ക്യാൻ പ്രൊഡ്യൂസ് സ്പേംസ് ത്രൂ ഔട്ട് ദി ലൈഫ്. സ്ത്രീകൾ ഒരു നമ്പർ ഓഫ് എഗ്സ് കൊണ്ടാണ് എത്രയോ നേരത്തെ പ്യൂബർട്ടി മെനാർക്കി ആവുന്നോ പീരിയഡ്സ് തുടങ്ങുന്നോ അത്രയും നേരത്തെ മെനോപോസ് ഇസ് ഓൾസോ ഫുൾഡ്. സോ ഇറ്റ് ഹാസ് സോ മെനി പ്രോബ്ലംസ് ദാറ്റ് വി ഡോണ്ട് റിയലൈസ്. നമ്മൾ കുട്ടിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിലോട്ട് ലീഡ് ചെയ്യുന്നു. ഇപ്പം ടൈപ്പ് ഓഫ് ഫുഡ് യു ഏറ്റ്, സ്റ്റിറോയിഡ് ഇൻടേക്ക് കൂടുതലാണ് ബിക്കോസ് ആ നമ്മുടെ റെഗുലർ ഫുഡും മീറ്റിലും അത്രയും അധികം സ്റ്റിറോയിഡ് കണ്ടന്റ് ഉണ്ട്. ഇതൊക്കെയാണ് ഓരോ ഫാക്ടേഴ്സ്. സോ ഇന്ന ഫോൺ യൂസ് ചെയ്തുകൊണ്ട് വരണം എന്നില്ല, പക്ഷേ ഈ ഒരു ഓവറോൾ ലൈഫ് സ്റ്റൈൽ കാരണം ഒരുപാട് ആളുകൾക്ക് ഇങ്ങനത്തെ ഫോൺ യൂസും കാരണമാവാം അല്ലെ, അത് ക്യാൻ ഓൾസോ ബി റീസൺ.